കുരുവട്ടൂരികളെ, ഇബ്ലീസ് ത്വരീഖത്തുകാരെ, മഹാനവറുകളുടെ കുരുത്തക്കേടിനെ നിങ്ങൾ പേടിച്ചോളണം. മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ലയെ കുറിച്ചാണ് നിങ്ങൾ ഈ തോന്നിയവാസം പറഞ്ഞു നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുരുവട്ടൂരികളിലേക്ക് നോക്കിയിട്ട് മഹാനവറുകൾ എഴുതിയതുപോലെ നിങ്ങൾക്കറിയോ, അത് ഞങ്ങളെ സ്വന്തം നേതാവാണ്. നിങ്ങൾ ആഫീസ് പൂട്ടിപ്പോകും ഷഹറാനി ഇമാമിന്റെ അടുത്ത് ഞങ്ങളെ തുടങ്ങിയിട്ടില്ല. ഞാനാ വിഷയം മുണ്ടിയില്ലല്ലോ. ഷഹറാനി ഇമാം ഒന്ന് വായിക്കാൻ പോണല്ലോ, മുമ്പൊരിക്കൽ കിതാബ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വല്ല കഥയും അറിയില്ല. ഷഹറാനി ഇമാം എന്താ പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചു നോക്കാം, ഒന്ന് തുടക്കാകട്ടെ. ഇത് നിർത്തിയിട്ടില്ല. ഞാൻ പറയില്ല, വടി വെട്ടാൻ പോയിട്ടുള്ളൂ. ബേജാറായി നിങ്ങൾ ആരെ ബേജാറാക്കണ്ട്? ഞങ്ങളെ അങ്ങനെ ഒരു മഖ്ലൂഖിനെയും ഭയപ്പെടുന്നവരല്ല ഞങ്ങള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബ്ലീസ് ത്വരീഖത്തിന്റെ നേതാവ് കുരുവട്ടൂർ നൗഷാദിന്റെ ബെഡായിയാണ് നമ്മൾ ഈ കേട്ടത്. ഇബ്ലീസ് ത്വരീഖത്തിനെ നമ്മൾ തല്ലിക്കൊന്ന് കബറടക്കി കണ്ണോക്കും നടത്തി. അതിൻ്റെ പേരിൽ ചില കുരുവട്ടൂരി അനുയായികൾക്ക് എന്നോട് അടങ്ങാത്ത പകയും ദേഷ്യവുമുണ്ട്. അതവർ തീർക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ ചില AI ടൂളുകൾ ഉപയോഗിച്ച് ഞാൻ കരയുന്നത് പോലെയുള്ള ഫോട്ടോയൊക്കെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കീഴുപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നും പ്രസംഗിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, പതിവ് പോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കൽ, വിഷയത്തിൽ നിന്നും മാറാനുള്ള ശ്രമം, പിന്നെ വൈരുദ്ധ്യം പറയലുമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ കൃത്യമായി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ പെരുന്നാളൊക്കെ വരികയാണല്ലോ, അവർക്കൊരു പെരുന്നാൾ സമ്മാനം കൊടുക്കണ്ടേ? കാരണം അവരിപ്പോൾ കണ്ണോക്കൊക്കെ കഴിഞ്ഞെങ്കിലും ആ വേദന മറക്കാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് ഇമാം ഷഅറാനി റഹിമഹുല്ല മഹാനവറുകൾ ഇവരുടെ നേതാവാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. മഹാനവറുകളെ കൊണ്ട് തന്നെ നമുക്കിവർക്കൊരു പെരുന്നാൾ സമ്മാനം കൊടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു ക്ലിപ്പ് കൂടി കേൾക്കാം. അപ്പോൾ ഏതായാലും ഷഹറാനി ഇമാമിൻ്റെ കിതാബ് ഒന്ന് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഞാനും കാത്തുന്നത്. ഷഹറാനി ഇമാമിനെ നിങ്ങൾ തൊട്ടാൽ കുടുങ്ങൂട്ടോ. കാരണം ഞങ്ങളുടെ കയ്യിൽ ഷഹറാനി ഇമാമിൻ്റെ കിതാബുകളുള്ള എണ്ണത്തിന് പലിശ കൊടുക്കാൻ പോലും നിങ്ങൾ ആ കിതാബ് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ശൈഖുന കാലങ്ങൾക്ക് മുമ്പ് ഈ കിതാബൊക്കെ വാങ്ങി റെഡിയാക്കി കയ്യിൽ തന്ന് ആയുധം ശേഖരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനിറങ്ങിയുള്ളത്. ആയുധമൊക്കെ ശേഖരിച്ചിട്ടാണ് മൂപ്പരി പണിക്കിറങ്ങിയത് പോലും. അവരുടെ ഗ്ലോബൽ ശൈഖുന കിതാബൊക്കെ മേടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പിന്നെയും ബെഡായി പറയുന്നത്. കിതാബ് കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അതൊന്ന് തുറന്നു നോക്കണ്ടേ, അതൊന്ന് വായിച്ചു പഠിക്കണ്ടേ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ കിതാബ് എടുത്തുകൊണ്ട് തന്നെ മഹാനവറുകൾ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഇത് മഹാനവറുകളുടെ അൽ മൻഹജുൽ മുതഹർ എന്ന് പറയുന്ന കിതാബാണ്. അതിനകത്ത് ഇമാം ഷഅറാനി റഹിമഹുല്ല ഈ ഇബ്ലീസുമായി ബന്ധപ്പെട്ട വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അധ്യായം ഇങ്ങനെയാണ്: ഹൽ യസിഹു ഐ യുസ്ലിമ ഇബ്ലീസ്, ഇബ്ലീസ് മുസ്ലിമാകൽ സ്വഹീഹാകുമോ, നന്നാകുമോ? അതിനെക്കുറിച്ച് ചർച്ചയാണ്. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ ഇബ്ലീസ ഹൽ യസിഹു ഐ യുസ്ലിമ ഔല വൽ ജുംഹൂറു മിൻ അഹ്ലിൻ നഖ്ലി വൽ കശ്ഫി. നഖ്ലിൻ്റെയും കശ്ഫിൻ്റെയും അഹ്ലുകാരിൽ നിന്ന് അധികം ആളുകളും, നഖ്ല് എന്ന് പറഞ്ഞാൽ കിതാബുകളും മറ്റുമൊക്കെ പരിശോധിക്കുന്ന ഉലമാക്കൾ, കശ്ഫ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളും അതുപോലെ സൂഫിസവും ഒക്കെയായി ജീവിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ഇടയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ലാ യസിഹു മിൻഹു ഇസ്ലാം, ഇബ്ലീസ് മുസ്ലിമാകൽ സ്വഹീഹാവുകയില്ല, നന്നാവുകയില്ല എന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? ലി അന്നഹു ഹുവല്ലദീ സന്നൽ കുഫ്റ വശ്ശിർക ഫിൽ ആലം, അവനാണ് ലോകത്താദ്യമായി ഷിർക്കും കുഫറുമൊക്കെ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ അവൻ മുസ്ലിമാവുക എന്നത് നന്നാവുകയില്ല. എന്നിട്ട് പറയുന്നു ബി ഖിലാഫി ജുനൂദിഹി മിൻ കുഫാരിൽ ജിന്നി വൽ ഇൻസി, മനുഷ്യ ജിന്ന് വിഭാഗത്തിൽ നിന്നുള്ള കാഫിരീങ്ങൾക്ക് വ്യത്യസ്തമായി യസ്യുഹു മിൻഹുമുൽ ഇസ്ലാം, അവരിൽ നിന്ന് ഇസ്ലാം സ്വഹീഹാകുന്നതാണ്. മനുഷ്യരിൽ നിന്നുള്ള കാഫിറുകൾ മുസ്ലിമാകുന്നത് ജനങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണല്ലോ. എന്നാൽ ജിന്ന് വിഭാഗത്തിൽ നിന്നുള്ള കാഫിറുകൾ മുസ്ലിമാകുന്നത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്നാലോ കശ്ഫിൻ്റെ അഹ്ലുകാർക്ക് അഥവാ ഔലിയാക്കൾ പോലെയുള്ള മഹാന്മാർക്ക് അതും അറിയാൻ പറ്റും. എന്നിട്ട് പറയാം, ഇത് ലൗ സ്വഹ ഇസ്ലാമു ഇബ്ലീസൽ അക്ബർ ഫി ദാരി തക്ലീഫി, ഈ ലോകത്ത് വെച്ച് വലിയ ഇബ്ലീസ് അഥവാ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ്, അവൻ മുസ്ലിമാകൽ സ്വഹീഹായാൽ
എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുക എന്ന ഒരു കാര്യം സംഭവിച്ചാൽ ലതഅത്വലത്ത് ഖബ്ലത്തു അഹ്ലി ശഖ, പിന്നെ ഇവിടെ പരാജിതരായ ആളുകൾ ഉണ്ടാകില്ല. വലം യബ്ഖ ലഹും മൻ യുവസ്വിസു ലഹും ബിൽ മആസി, തെറ്റുകൾ കൊണ്ട് ദുർബോധനം നടത്താൻ അവർക്കിവിടെ ആരും ഉണ്ടാകില്ല. ഇബ്ലീസ് പോയാൽ പിന്നെ തെറ്റില്ലല്ലോ, പാപങ്ങളില്ലല്ലോ. വ മഅലൂമുൻ അന്ന അഹദം മിനൽ ജിന്നി വൽ ഇൻസി ലാ യഅസി ഇല്ലാ ബിവാസിതത്തി വസ്വസതിഹി. അറിയപ്പെട്ട ഒരു കാര്യമാണ്, ആരെങ്കിലും മനുഷ്യ ജിന്ന് വിഭാഗത്തിൽ നിന്ന് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ്. അവനാണ് ലോകം മുഴുക്കയും ശിർക്കും കുഫറുമൊക്കെ നടപ്പിലാക്കുന്നവൻ, പ്രചരിപ്പിക്കുന്നവൻ, തുടങ്ങിവെച്ചവൻ. വലൗ അന്നഹു യസിഹു മിൻഹു ഇസ്ലാമുൻ, അവനിൽ നിന്ന് ഇസ്ലാമു സ്വഹീഹായാൽ, ഇബ്ലീസ് മുസ്ലിമായാൽ, മാ കാന ദഖലന്നാറ അബദ, അവൻ പിന്നെ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല. വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യത്തു ബിദുഖൂലിഹിന്നാർ, ഏത് നിലയിൽ ഖണ്ഡിതമായ തെളിവുകൾ വന്നിട്ടുണ്ട് അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന്. എന്ന് മാത്രമല്ല വ അന്നഹു യഖ്തുബു ഫിന്നാരി ലി അത്ബാഇഹി, അവൻ അവൻ്റെ അനുയായികളോട് നരകത്തിൽ വെച്ച് പ്രസംഗിക്കുമെന്നും ഖണ്ഡിതമായ തെളിവുകൾ വന്നിട്ടുണ്ട്. വയതബറഉ മിൻഹും വയുഖീമുൽ ഹുജ്ജത അലൈഹിം ഫീ മഹല്ലിൻ യസ്ദുഖു ഫീഹിൽ കദൂബ്, ഏതൊരു പെരും കള്ളനും സത്യം പറഞ്ഞു പോകുന്ന സ്ഥലത്ത് വെച്ച് അനുയായികൾക്കെതിരെ അവൻ തെളിവുകൾ നിരത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓരോന്നായി മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ല എഴുതി പഠിപ്പിക്കുകയാണ്. എന്താ മഹാനവറുകൾ പറഞ്ഞത്? ഇബ്ലീസ് നരകത്തിലാണ് എന്നത് ഖണ്ഡിതമായ തെളിവുകൾ വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും മുസ്ലിം ആവുക എന്നത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ്. എന്നിട്ടോ ഷഅറാനി ഇമാം ഞങ്ങളുടെ നേതാവാണെന്ന് വാദിക്കുന്ന ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവൻ മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. സ്പെഷ്യൽ ഇടപെടലുകൾ വന്നാൽ ഇബ്ലീസ് മുസ്ലിമാകുമെന്നാണ്. എങ്ങനെയുണ്ട്? ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ കിതാബും മേടിച്ച് കയ്യിൽ പിടിച്ച് നടന്നാൽ പോരാ, അതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കണം. തുടർന്ന് അങ്ങോട്ട് മഹാനവറുകൾ പറയാൻ വസമിഅ്തു സയ്യിദി അലിയനിൽ ഖവാസ് റളിയല്ലാഹു അൻഹു യഖൂലു, എൻ്റെ നേതാവ്, എൻ്റെ ഉസ്താദ് അലിയുൽ ഖവാസ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലൗ സഹ തൗഹീദു ഇബ്ലീസ, ഇബ്ലീസിൻ്റെ തൗഹീദ് സ്വഹീഹാവുകയാണെങ്കിൽ ബി ഖൗലിഹി ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഇബ്ലീസ് പറയുമല്ലോ ഞാൻ നിന്നിൽ നിന്നൊഴിവാണ്, ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്നൊക്കെ ഇബ്ലീസ് പറയുന്നതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇബ്ലീസ് മുവഹിദാണ്, മുസ്ലിമാണ് എന്ന് പറയുന്നത് സ്വഹീഹാവുകയാണെങ്കിൽ ലദഹബ സിഫത്തു ശിർക്ക് മിനൽ ആലം, ലോകത്ത് നിന്ന് ശിർക്ക് തന്നെ പോയി പോകും. അങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് വലാ യഖ്ഫ അലൈക, നിനക്കൊരു അവ്യക്തതയും വേണ്ട, അന്ന ഇബ്ലീസ, തീർച്ചയായും ഇബ്ലീസ് മുശ്രിക്കുൻ ബിലാ ശക്കിൻ വലാ റൈബ്, ഒരു സംശയവുമില്ല അവൻ മുശ്രിക്കാണ്. വഹുവ അവ്വലു മൻ അശ്റക ബില്ലാഹ്, അവനാണ് ആദ്യമായി അള്ളാഹുവിനോട് പങ്കു ചേർത്തവൻ. വ അവ്വലു മൻ സന്ന ശിർക ഫിൽ അർദ്, ഭൂമിയിൽ ആദ്യമായി ശിർക്ക് പ്രചരിപ്പിച്ചവൻ, അത് തുടങ്ങി വെച്ചവനും അവനാണ്. ഫഹുവ അഷ്ഖൽ ആലമീൻ, അവൻ ലോകത്ത് വെച്ച് ഏറ്റവും പരാജിതനാണ്. വലൈസ കൗനുഹു ഫിന്നാരി ഫി ത്വബഖത്തി റാബിഅതി മിൻഹാ തഖ്ഫീഫൻ അലൈഹി, എന്നിട്ട് പറയാൻ ഇബ്ലീസ് നരകത്തിലെ 4-ാം തട്ടിലാണ് എന്ന് പ്രമാണങ്ങളിലുണ്ട്. അങ്ങനെ പറഞ്ഞത് ഇബ്ലീസിന് ഒരു ലഘൂകരണം കൊടുത്തതല്ല. 4-ാം തട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും അടിയിലത്തെ തട്ടിൽ മുനാഫിക്കുകളാണ് എന്നൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇബ്ലീസിനെ 4-ാം തട്ടിലിട്ടത് ഇബ്ലീസിനൊരു ഇളവ് കൊടുത്തതാണ് എന്നൊന്നും നീ ചിന്തിക്കരുത്. എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ പറയാൻ, മുകളിലും താഴെയും ഒക്കെ നരകത്തിൽ നരകവാസികളായ ആളുകൾ ഉണ്ടാകുമല്ലോ, അവരൊക്കെ ഇവനെ കേന്ദ്രീകരിച്ചാണല്ലോ ആളുകൾ തെറ്റും കുറ്റവും പാപങ്ങളും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നാളെ നരകത്തിലും ഇവനൊരു കേന്ദ്രമായി, എന്ന് പറഞ്ഞാൽ നരകത്തിന് 7 തട്ടുണ്ട്. താഴെ നിന്ന് നോക്കുമ്പോൾ 4-ാമത്തെ തട്ടിൽ ഇവനുണ്ട്, മുകളിൽ നിന്ന് നോക്കുമ്പോഴും 4-ാമത്തെ തട്ടിൽ ഇവനുണ്ട്. അങ്ങനെ ഇവരുടെ കേന്ദ്രമായി നരകത്തിൽ ഇബ്ലീസ് ഉണ്ടാകുമെന്ന്
മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ ഉസ്താദ് ഷഅറാനി ഇമാമിനോട് പറഞ്ഞത് രേഖപ്പെടുത്താൻ. എന്നിട്ടും ആ ഷഅറാനി ഇമാം ഞങ്ങളുടെ നേതാവാണെന്ന് പറയുന്ന ഈ കൂട്ടര് പറയാണ് ഇബ്ലീസ് സ്വർഗത്തിൽ പോകാനും സാധ്യതയുണ്ട്. അവിടെ കൊണ്ടൊന്നും ഷഅറാനി ഇമാം നിർത്തുന്നില്ല. എന്നിട്ട് മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ല എഴുതുകയാണ്, വഖദ് ജാദലനി ശഖ്സുൻ, എന്നോടൊരാള് തർക്കിച്ചു. അയാള് മിസ്റിൽ നിന്നൊരു പട്ടണത്തിൽ നിന്ന് വന്ന ഒരു വയസ്സൻ അല്ലെങ്കിൽ ഒരു ഷെയ്ഖ്, ഇബ്ലീസിന്റെ കാര്യത്തിലാണ് അദ്ദേഹം എന്നോട് തർക്കിച്ചത്. വഖാല, അയാൾ പറഞ്ഞു, ഇന്ന ഇബ്ലീസ യതൂബു ഇൻദ കുല്ലി മഅസിയത്തിൻ അഖിബ വസ്വസതിഹി ബിഹാ ലിന്നാസ്, മനുഷ്യനെ ഓരോ തെറ്റ് ചെയ്യാനും പ്രേരിപ്പിച്ചതിൻ്റെ ശേഷം ഇബ്ലീസ് തൗബ ചെയ്യാറുണ്ട്. വസ്തദല്ല അലാ ദാലിക ബി ഹദീസിൻ, അതിന് അദ്ദേഹം ഒരു തെളിവും പറഞ്ഞു. ഇദാ സജദബ്നു ആദമ ഇഅ്തസല ശൈത്വാനു യബ്കി വയഖൂലു യാ വൈലി എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസും പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ലൗ സ്വഹലഹു നദമു വൽ ബുക്കാഉ ഹഖീഖത്തൻ ലകാന സഈദൻ മിൻ ജുംലത്തിൽ മുഅ്മിനീന വലം യുഖല്ലദ് ഫിന്നാർ. അവൻ കരയുന്നതും അവൻ്റെ സങ്കടവുമൊക്കെ സ്വഹീഹാവുകയാണെങ്കിൽ, ശരിയാവുകയാണെങ്കിൽ അവൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിജയിയാകില്ലേ? യഥാർത്ഥത്തിൽ അവൻ നരകത്തിൽ ശാശ്വതവാസിയുമാകില്ല. വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യതു ബിദുഖൂലിഹി മഅൽ ഖബലത്തില്ലത്തി ഫതഹഹു വബാബഹൻ നാറ ഖാലിദീന മുഖല്ലദീൻ. കുരുവട്ടൂരികളെ, ഇബ്ലീസ് ത്വരീഖത്തുകാരെ, ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ കിതാബും പിടിച്ച് നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇബ്ലീസിനെ സ്വർഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ മഹാനവറുകളുടെ കുരുത്തക്കേടിനെ നിങ്ങൾ പേടിച്ചോളണം. ഇബ്ലീസ് കാലാകാലം നരകത്തിലാണെന്ന് സമർത്ഥിക്കാൻ പലരോടും ചർച്ച ചെയ്ത, തർക്കിച്ച, കിതാബുകൾ എഴുതിയ മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ലയെ കുറിച്ചാണ് നിങ്ങൾ ഈ തോന്നിയവാസം പറഞ്ഞു നടക്കുന്നത്. എന്താ ഇമാം ഷഅറാനി റഹിമഹുല്ല പറഞ്ഞത്? വഖദ് ജാഅത്തിൻ നുസൂസുൽ ഖത്ഇയ്യ, ഖണ്ഡിതമായ തെളിവുകൾ വന്നിട്ടുണ്ട്. ബിദുഖൂലിഹി, അവൻ നരകത്തിലാണ് എന്നതുകൊണ്ട്. മഅൽ ഖബലത്തില്ലത്തി ഫതഹഹു ബാബഹൻ നാറ ഖാലിദീന മുഖല്ലദീൻ, അവൻ്റെ അനുയായികളോടുകൂടി നരകത്തിൽ കടക്കും. അവനാണ് ആ നരകം തുറക്കുന്നത്, അവനതിൽ ശാശ്വതവാസിയാണ് എന്ന് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടല്ലേ ഇവൻ ഈ ദുർവ്യാഖ്യാനവും തെറ്റിദ്ധരിപ്പിക്കലും നടത്തുന്നത്? എന്നിട്ട് മഹാനവറുകൾ പറയാൻ, വഖദ് ലബത്ത ജുംഹൂറുൽ മുഹദ്ദിസീന ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവൻ പലയാവർത്തി എടുത്തു പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഒരു ശൈത്വാൻ മുസ്ലിമായി എന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞതെന്താ? ഇമാം ഷഅറാനി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് പോലും, ആ ഹദീസ് തന്നെ മതി ഇബ്ലീസ് മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്ന്. പച്ച നുണയല്ലേ പറഞ്ഞത്? ഷഅറാനി ഇമാമിന്റെ കിതാബ് എന്നുള്ളൊരു സുഗന്ധാരി മൂപ്പര് പറയുന്നത് ഇബ്ലീസ് നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നതിന് ആ ഹദീസ് തന്നെ മതി എന്നാണ്. ഏത് ഹദീസ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന ഹദീസ് തന്നെ മതി സാക്ഷാൽ ഇബ്ലീസും നന്നാവാൻ സാധ്യതയുണ്ട് എന്നതിന്. പച്ച നുണ പറയാണ് മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ലയുടെ പേരിൽ. മഹാനവറുകൾ എവിടെയും പറഞ്ഞിട്ടില്ല. മഹാനവറുകൾ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ, ഇനിയും കേൾപ്പിക്കാനുണ്ട്. എന്തായാലും കുറച്ചുകൂടി അവന്റെ ദുർവ്യാഖ്യാനമുണ്ട്, കേട്ടു നോക്കാം. വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ് ഹൽ യസ്ലഹു അൻ യുസ്ലിമ അം ലാ. ഇബ്ലീസ് മുസ്ലിമാകുമോ ഇല്ലേ? വമബ്നൽ ഖിലാഫ് അലാ ളബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅആനനില്ലാഹു അലൈഹി ഫഅസ്ലമ. ഈ തർക്കത്തിന്റെ മാനദണ്ഡം ഒരു ഹദീസാണ്. ഇമാം ഷഅറാനി തങ്ങൾ അവിടുത്തെ ശൈഖിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരുടെ കൂടെയും ഒരു ശൈത്താനുണ്ട്, ആ ശൈത്താൻ അങ്ങയുടെ കൂടെയുമുണ്ടോ എന്ന് ചോദിച്ചു ആളുകൾ. ഉണ്ട്, പക്ഷെ അള്ളാഹു എന്നെ സഹായിച്ചു. ഫഅസ്ലമ, അവൻ മുസ്ലിമായി. ചിലരവിടെ അസ്ലമു എന്ന് വായിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇബ്ലീസ് നന്നാകുമെന്നുള്ളതിന് രേഖയാവൂല. ഐ ഫഅസ്ലമു അന മിൻഹു എന്നാണ്. വമിൻഹും ആ ഉലമായിലുണ്ട് മൻ ലബതഹു ബിഫത്ഹിൽ മീം,
മീമിന് ഫത്ഹ് ചെയ്ത് ഫഅസ്ലമ എന്ന് വായിച്ചവരുണ്ട്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഉലമാ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ആ ചർച്ചയിലേക്ക് വരുമ്പോൾ അത് മുഴുവനായിട്ട് എൻ്റെ ഷോർട്ടാണ് ഞാൻ പറയുന്നത്. ഹബീബായ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഇബ്ലീസ് എൻ്റെ ശൈത്താൻ, അവൻ കാഫിറായിരുന്നു, പിന്നെ അവൻ മുസ്ലിമായി എന്ന് തന്നെ ഹദീസിലുണ്ട്. അപ്പൊ അസ്ലമ തന്നെയാണ് വായിക്കേണ്ടത്. അങ്ങനെ വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റും എന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി. ഇനി ഈ വിഷയത്തിൽ മഹാനായ ഇമാം ശഅറാനി റഹിമഹുല്ല എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ശൈത്വാൻ, എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ മലക്കുകളിൽ നിന്നും അതുപോലെ ശൈത്വാന്മാരിൽ നിന്നും ഒരു മലക്കും ഒരു ശൈത്വാനും അവരുടെ കൂടെയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയും ഒരു ശൈത്വാൻ ഉണ്ടായിരുന്നു. സ്വഹാബികൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, വലാക്കിൻ അആനനില്ലാഹു അലൈഹി, അവൻ്റെ മേൽ അള്ളാഹു എന്നെ സഹായിച്ചു, ഫഅസ്ലമ, അപ്പോൾ അവൻ മുസ്ലിമായി. അവിടെ അസ്ലമ എന്നും വായിക്കാം, അസ്ലമു എന്നും വായിക്കാം. പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഇമാം ശഅറാനി റഹിമഹുല്ല ആ വിഷയത്തിൽ എന്താ പറഞ്ഞത്? ഇവൻ പറഞ്ഞത്, ഇമാം ശഅറാനി റഹിമഹുല്ല അസ്ലമ എന്ന് വായിക്കുന്നതിനെയാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്, റാജിഹാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇമാം ശഅറാനി റഹിമഹുല്ല ഈ ഹദീസ് തന്നെ മതി, ഇബ്ലീസ് മുസ്ലിമാകാൻ പറ്റും എന്നൊക്കെയല്ലേ പച്ചപ്പൊള്ളു പറഞ്ഞത്. ഇനി ഇമാം ശഅറാനി റഹിമഹുല്ല പറയുന്നത് നോക്കൂ, വഖദ് ലബത്ത ജുംഹൂറുൽ മുഹദ്ദിസീന, ഹദീസ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ലബുത്താക്കിയിരിക്കുന്നു. ഇമാം ശഅറാനി പറയാൻ, ഹദീസ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ, ഏതു വാക്ക്? വലാക്കിൻ അആനനില്ലാഹു അലൈഹി, അല്ലാഹു തആല എന്നെ സഹായിച്ചു, ഫഅസ്ലമു ബിളമ്മിൽ മീമി, മീമിന് ലമ്മു കൊടുത്തുകൊണ്ട് അസ്ലമു എന്നാണ് അവരൊക്കെ ലബുത്താക്കിയത്. ഫഅസ്ലമ എന്നും വായിക്കാം, അസ്ലമു എന്നും വായിക്കാം. ഇമാം ശഅറാനി റഹിമഹുല്ല പറയുന്നു, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അസ്ലമു എന്നാണ് വായിച്ചിട്ടുള്ളത്. അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ സല്ലമനില്ലാഹു മിനൽ അമലി ബി വസ്വസതിഹി മഅ ബഖാഇഹി ഹുവ അലൽ കുഫർ. ആ ശൈത്വാൻ, നബിതങ്ങളുടെ കൂടെയുള്ള ശൈത്വാൻ കാഫിർ തന്നെയാണ്, പക്ഷേ അവൻ്റെ വസ്വാസു കൊണ്ട് തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, സുമ്മ ബി തഖ്ദീരി അന്ന ശൈത്വാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ശൈത്വാൻ മുസ്ലിമാണ് എന്നത് സങ്കല്പിച്ചിട്ട് ഫഅസ്ലമ എന്ന് വായിച്ചാൽ ഫദാലിക ഖുസൂസിയത്തുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. എന്നിട്ട് ലി അന്ന കലാമന, നമ്മുടെ സംസാരം, നമ്മുടെ അഭിപ്രായം, ഇന്നമാ ഹുവ ഫിൽ ഖരീൻ, മുസ്ലിമാവുക എന്നത് ഖരീനിൽ മാത്രമാണ്. നമ്മുടെയൊക്കെ കൂടെയുള്ള ശൈത്വാന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മുസ്ലിമാവുക എന്നത് സംഭവിക്കുന്നത് ശൈത്വാന്മാരിൽ മാത്രമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലൈസ ഹുവ ഫി ശൈത്വാനിൽ അക്ബരി സ്വാഹിബിൽ മർത്തബത്തി ബി ഇജ്മാ. എങ്ങനെയുണ്ട് കുരുവട്ടൂരികളെ? കാട്ടുകള്ളന്മാരല്ലേ നിങ്ങൾ? ഇമാം ശഅറാനി റഹിമഹുല്ലയുടെ പേരിൽ പച്ച നുണയല്ലേ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? എന്താ ഇമാം ശഅറാനി റഹിമഹുല്ല നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയത്? ശൈത്വാന്മാർ മുസ്ലിമാകാം, എന്നാലോ ശൈത്വാനുൽ അക്ബർ, ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ്, വലിയ സ്ഥാനമുള്ള ഇബ്ലീസ്, അവൻ ഒരിക്കലും മുസ്ലിമാവുകയില്ല. ബി ഇജ്മാഇൻ, ഖണ്ഡിതമാണ്, ഏകാഭിപ്രായമാണ്. ഇതങ്ങോട്ട് പറഞ്ഞതോടുകൂടി ഫസക്കത്തൽ അജമി, ആ വന്നാൾ കുറച്ചു നേരം ഉത്തരം മുട്ടി മിണ്ടാതിരുന്നു. മഹാനായ ഇമാം ശഅറാനി റഹിമഹുല്ല രേഖപ്പെടുത്താൻ. എന്നിട്ടോ കുറച്ചു നേരമൊക്കെ മിണ്ടാതിരുന്നിട്ട് പിന്നെയും അയാൾ ഇബ്ലീസ് മുസ്ലിം ആകും എന്ന് വാദിക്കാൻ വേണ്ടി അടുത്ത ന്യായമായിട്ട് വന്നു. ഈ കുരുവട്ടൂരികൾ വരുന്നത് പോലെ ഇമാം ശഅറാനി റഹിമഹുല്ല അതിനെയും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വകദാലിക കാനൽ കുഫാറു ലാ യൂസനു ലഹും അഅമാലുൻ യൗമൽ ഖിയാമ. കാഫിരീങ്ങൾ
അവരുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുകയില്ല. വലൗ ഖാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ദാരി ദുനിയ, ദുനിയാവിൽ വെച്ച് അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ലി അന്നഹും ലം യഖൂലൂഹ അൻ ഈമാനിൻ ബിഹാ, അവർ വിശ്വാസത്തോടു കൂടിയല്ല അത് പറഞ്ഞത്. എന്നിട്ട് പറയാൻ ഫകദാലിക്കൽ ഖൗലു ഫീ ഇബ്ലീസ്, ഇതുപോലെയാണ് ഇബ്ലീസിന്റെ കാര്യവും. ഫഹുവ മുശ്രികും ബില്ലാഹി ളാഹിറൻ വബാത്തിനൻ ഖത്ആ, അവന്റെ ഉള്ളും പുറവുമൊക്കെ ഒരു സംശയവും വേണ്ട, അവൻ മുശ്രിക്കാണ്. മഹാനായ ഇമാം ശഅറാനി റഹിമഹുല്ലാ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടോ ഇമാം ശഅറാനി റഹിമഹുല്ല എഴുതാൻ, മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തുരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഇബ്ലീസ് വന്നതും ഇബ്ലീസ് മഹാനവറുകളോട് തർക്കിച്ചതുമൊക്കെ രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, എൻ്റെ അടുത്തും ഇബ്ലീസ് വന്നിട്ടുണ്ട്, ഞാനുമായി തർക്കിച്ചിട്ടുണ്ട്, ഇബ്ലീസ് എന്നെ വഴിപിഴപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, അവനവൻ്റെ കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കി അവനോട് സംവാദം നടത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ഫഇയ്യാക യാ അഖി, കൂട്ടുകാരാ നീ സൂക്ഷിക്കണം, അന്തസ്വാലിമാ യഖൂലുഹു ഇബ്ലീസു മിനൽ മുജാദല, ഇബ്ലീസ് വന്ന് നിന്നോട് തർക്കിച്ചിട്ട് പല കാര്യങ്ങളും പറയും. ഫഇന്ന കലാമഹു കുല്ലഹു, അവൻ്റെ വാക്കുകൾ മുഴുവനും ഉറൂറുൻ വഞ്ചനയാണ്, വമക്റുൻ ചതിയാണ്, വസ്തിദ്റാജുൽ ലിൽ അബ്ദി ചൂണ്ടയിടലാണ്, നമ്മളെ വഴിപിഴപ്പിക്കാനുള്ള. എന്നിട്ട് പറയാ റബ്ബമസ്തദ്റജ ബഅദുൽ മുവഹ്ഹിദീന ലില്ലാഹി തആല മിൻ ഗൈരി മുറാഅത്തി ഖവായിദിശ് ശരീഅ, ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ശ്രദ്ധിക്കാത്ത ചില മുസ്ലിമീങ്ങൾ ഇവന്റെ ഈ ചൂണ്ടയിടലിലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഹത്താ സ്വാറ യുഖീമു ലി ഇബ്ലീസൽ ഗുദർ, അങ്ങനെ അവൻ ഇബ്ലീസിന് വേണ്ടി വാദിക്കും. വയഖൂലു, അവൻ പറയും, വൈഷ് ഹുവ ഇബ്ലീസ്, ഇബ്ലീസിന് എന്താ കുഴപ്പം? ഇന്നമാ ഹുവ അബ്ദുൻ തഹ്ത അംരി റബ്ബിഹി ലാ യതഹറകു ഇല്ലാ ഇൻ ഹറകഹു തആല, അല്ല ചലിപ്പിച്ചാലല്ലാതെ ചലിക്കാത്ത അള്ളാന്റെ കൽപ്പനയ്ക്ക് കീഴെയുള്ള ഒരു അടിമയല്ലേ ഇബ്ലീസ് എന്നൊക്കെ അവൻ ന്യായം പറയും. വറുബ്ബമാ വഖഅ മൻ യുജീബു അൻഹു ഫിൽ കുഫ്രി വസ്തൗജബൽ ഖുലൂദ ഫിന്നാരി വഹുവ യഅ്തഖിദു ബിനഫ്സിഹി അന്നഹു മുവഹ്ഹിദുൽ ലില്ലാഹ്, ചിലപ്പോൾ അവൻ ഇബ്ലീസ് നരകത്തിലാണ് എന്നൊക്കെ വാദിക്കുമെങ്കിലും അവൻ്റെ ഉള്ളിലെ വിശ്വാസം ഇബ്ലീസ് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവനാണെന്നാണ്. ഈ കുരുവട്ടൂരികൾ പറയുന്നത് പോലെ, കുരുവട്ടൂരികൾ പറയുമല്ലോ ഇബ്ലീസ് നരകത്തിലാണ്, തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ നമ്മളോടുള്ള ചർച്ചയിൽ ഗതികെടുമ്പോൾ സമ്മതിച്ചു പോകാറില്ലേ? എന്നാലും ചിലപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഇബ്ലീസ് മുവഹിദാണ്, മുസ്ലിമാണ് എന്ന വിശ്വാസമായിരിക്കും എന്ന് മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ല രേഖപ്പെടുത്താൻ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? വസമിഉതുഹു യഖൂലു മറത്തൻ ഉഖ്റാ, എൻ്റെ ശൈഖ് അലിയുൽ ഖവാസ് തങ്ങൾ പറയുന്നത് വേറൊരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇയ്യാക്കും അൻ തുഖിറു അഹദം മിൻ അഹ്ലിസ് സത്ഹി അലാ ജവാബിഹി അൻ ഇബ്ലീസ നളീറ മാ അജബ്നാ ബിഹി അൻ ആദമ അലൈഹിസ്സലാം. ചില ആളുകൾ, ചില മഹാന്മാർ, സൂഫികളൊക്കെയായ ചില ആളുകൾ ഇബ്ലീസിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടികളിൽ അവർ ചിലപ്പോൾ ഇബ്ലീസിനെ നന്നാക്കിയൊക്കെ പറഞ്ഞേക്കാം. അത് നീ സൂക്ഷിക്കണം. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ അതുപോലെയുള്ള ചില സംസാരങ്ങൾക്ക് നാം മറുപടി കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ ചില മഹാന്മാർ അല്ലെങ്കിൽ ചില സൂഫികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയല്ല വേണ്ടത്, സൂക്ഷിക്കണം. ഫഇന്നഹു ലഅനഹുല്ലാഹു, അല്ലാഹു തആല അവനെ ശപിച്ചിരിക്കുന്നു. ഖദ് അസ്റ അലാ ദംബിഹി, അവൻ അവൻ്റെ പാപത്തിൻ്റെ മേൽ നിത്യനായിരിക്കുന്നവനാണ്. വലം യസ്തഗ്ഫിർ മിൻഹു, അവൻ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല. ശഅറാനി ഇമാമ് ഉസ്താദ് പറഞ്ഞത് കേട്ടത് രേഖപ്പെടുത്താൻ ചില മഹാന്മാരൊക്കെ അവരെന്തൊക്കെയോ അവരുടെ ഹാലിൽ ചിലപ്പോൾ ഇബ്ലീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇബ്ലീസ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞേക്കാം. അത് കേട്ടിട്ട് അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. എന്താ കാരണം? ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണ്, ഇബ്ലീസ് പാപിയാണ്, സ്ഥിരം പാപം ചെയ്യുന്നവനാണ്, അവൻ അതിൽ നിന്ന് തൗബ ചെയ്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞു സുമ്മ ബി തഖ്ദീരി അന്നഹു യന്ദിമു വയബ്കി, ഇനി അവൻ കരഞ്ഞതോ
അല്ലെങ്കിൽ ദുഃഖിച്ചതോ ഒക്കെ ഒന്ന് സങ്കല്പിച്ചിട്ട് ആ സങ്കല്പം തെളിവാക്കി എടുത്തുകൊണ്ട് വന്നാൽ ഫദാലിക നിഫാഖുൻ ലാ യുഖ്ബലു മിൻഹു, അത് ഇബ്ലീസിന്റെ കാപട്യമാണ്, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. കമാ ഖറർനാഹു മിറാറ, ഇത് എത്ര തവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാ. ഷഅറാനി ഇമാമാണ് പറയുന്നത്, കുരുവട്ടൂരികളെ, ഇബ്ലീസിന്റെ അനുയായികളെ, നിങ്ങൾ ഇമാം ഷഅറാനി ഞങ്ങളുടെ നേതാവാണ്, മഹാനവറുകളുടെ കുറേ കിതാബുകൾ ഞങ്ങളുടെ അലമാരയിലുണ്ട് എന്നൊക്കെ വീരവാദം പറയുമ്പോൾ ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കുരുവട്ടൂർ നൗഷാദ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ജനങ്ങളെ വഴി പിഴപ്പിക്കാൻ നിയ്യത്ത് ചെയ്ത് ഇറങ്ങിയിട്ട് ഇമാം ഷഅറാനിയുടെ കിതാബ് ഞാൻ വായിച്ചപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പച്ചയായി ദുർവ്യാഖ്യാനിച്ചതല്ലേ ഈ നൗഷാദ്. ഇമാം ഷഅറാനി റഹിമഹുല്ല എത്ര കൃത്യമായിട്ടാണ് ഈ വിഷയം പഠിപ്പിച്ചത്. അവിടം കൊണ്ടും തീരുന്നില്ല. എന്നിട്ട് പറയാണ്, വലാ യഖഉ ഫിൽ ജവാബി അൻ ഇബ്ലീസ ഇല്ലാ മൻ ലം യശുമ്മ മിനശ് ശരീഅതി റായിഹത്തും മിമ്മ യതമശയഖു ബിനഫ്സിഹി മിൻ ഗൈരി ഇദ്ൻ. കുരുവട്ടൂരികളെ, എന്താ ഇമാം ഷഅറാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയത്? ഒരു അനുവാദവുമില്ലാതെ, ഒരു തത്വദീക്ഷയുമില്ലാതെ ശൈഖ് ചമഞ്ഞ് നടക്കുന്ന ചില ആളുകൾ, അവരോ ശരീഅത്തിന്റെ സുഗന്ധം പോലും മണത്തു നോക്കിയിട്ടുണ്ടാകില്ല. എത്ര കൃത്യമായിട്ടാ ഷഅറാനി ഇമാം പറയുന്നത്. എനിക്ക് തോന്നുന്നത് കുരുവട്ടൂരികളിലേക്ക് നോക്കിയിട്ട് മഹാനവറുകൾ എഴുതിയതുപോലെയുണ്ട്. അത്രയും കൃത്യമായിട്ടല്ലേ പറയുന്നത്. ശൈഖ് ചമഞ്ഞ് നടക്കുന്ന ചില കള്ളന്മാർ, ശരീഅത്തിന്റെ സുഗന്ധം പോലും അവർ വാസനിച്ചിട്ടില്ല, അവരല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോവുകയില്ല. ഫഇയ്യാക്കും സുമ്മ ഇയ്യാക്കും, ഈ ഇബ്ലീസ് ത്വരീഖത്തിൽ പെട്ടുപോയ കുരുവട്ടൂരി കുർവാ സംഘത്തിന്റെ ചതിയിൽ വീണുപോയ ആളുകളോട് മഹാനവറുകൾ പറയാ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. മിൻ സുഹ്ബത്തി മിസ്ലി ഹാദാ, ഇവനെ പോലെയുള്ളവൻ്റെയൊക്കെ അടുത്തു പോകുന്നത് പോലും സൂക്ഷിക്കണം. ഇത്രയും കർക്കശ ഭാഷയിൽ രേഖപ്പെടുത്തിയ മഹാനാണ് ഇമാം ഷഅറാനി റഹിമഹുല്ല ഇബ്ലീസിന്റെ വിഷയത്തിൽ മാത്രം. എന്നിട്ടല്ലേ ആ ഷഅറാനി ഇമാമിന്റെ കിതാബും പൊക്കിപ്പിടിച്ചു വന്നിട്ട് പച്ച ദുർവ്യാഖ്യാനം നടത്തിയത്. ഇത് തന്നെയാണ് മഹാനായ ഇമാം റാസി റഹിമഹുല്ലയുടെ തഫ്സീറിലും നടത്തിയത്. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്തെല്ലാമാണ് ആ ചങ്ങാതി ഷറഹുൽ അഖായിദ് എടുക്കുന്നു, നിബ്രാസ് എടുക്കുന്നു, അതുപോലെ ജംഉൽ ജവാമി വായിക്കുന്നു, എന്നിട്ട് എന്തൊക്കെയോ തഹ്ഖീഖ് പറയുന്നു. 5 മിനിറ്റ് കൊണ്ട് നമുക്കത് പൊളിച്ച് കയ്യിൽ കൊടുക്കാം. ഇന്നലെ പറഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ നേരെ വൈരുദ്ധ്യമാണ് ഇവിടെ വന്ന് കീഴുപാടത്ത് വന്ന് അയാൾ പ്രസംഗിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഞാൻ അതിന് വഴിയേ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു പെരുന്നാൾ സമ്മാനം കുരുവട്ടൂരികൾക്കുള്ളതാണ്, മഹാനായ ഇമാം ഷഅറാനി റഹിമഹുല്ല തന്നതാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ, മാറാൻ, നിങ്ങൾക്ക് പടച്ചോനെ ഒരല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ ഈ കള്ളത്തൊരീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു പെരുന്നാൾ സമ്മാനമാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.